ഹലോ ഹലോ ആരും സ്കിപ്പടിച്ച് പോലെ ഇത് ജിപ്സം സീലിങ്ങിനെ പറ്റി വിശദമായിട്ട് പറയുന്നു. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നമ്മുടെ ജിപ്സം ഫോൾ സീലിംഗ് ഒരു സ്ക്വയർ ഫീറ്റിന് 60 രൂപ തൊട്ട് 110 രൂപ വരെയാണ് നമ്മളെ സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എല്ലാവരും ചാർജ് ചെയ്യുന്നത്. പക്ഷേ 60 രൂപയ്ക്ക് ചെയ്യാൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. 65 തൊട്ട് 110 വരെ നമ്മൾ നോക്കിയാൽ മതി. കാരണം 65-ന്ന് 60 ആകുമ്പോൾ എന്തെങ്കിലും അവിടെ കുറവായിരിക്കുമല്ലോ, അതതിന്റെ ക്വാളിറ്റിയാണ്. ജിപ്സം ബോർഡിന്റെ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചാനലിന്റെ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചാനലിന്റെ ക്വാണ്ടിറ്റിയുടെ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രൂവിന്റെ ക്വാളിറ്റി ആയിരിക്കും. ഇതെല്ലാം ഇതിനെ ബാധിക്കും. പക്ഷെ ഒരു എക്കണോമിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് 65 തൊട്ട് 110 വരെ. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, 65-ന്ന് 110 ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി കൂടുമോ എന്ന്? ക്വാളിറ്റി കൂടത്തില്ല. കാരണം നമ്മുടെ ഇതിന്റെ റേറ്റ്, ഒരു സീലിംഗ് സെക്ഷനെ പറ്റി, ഇതിന്റെ പ്രോഡക്ട്സിനെ പറ്റി അറിവുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അതിന്റെ ആയിട്ട് ഞാൻ പറയുകയാണ്, സീലിംഗ് സെക്ഷൻ ഇന്റർമീഡിയറ്റിന്റെ വെയിറ്റ്, നമ്മൾ ജിപ്സം ബോർഡിന്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ വെയിറ്റിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് 110 വരെ പോയേക്കുന്നത്. നമുക്ക് സീലിംഗ് സെക്ഷന്റെയും ഇന്റർമീഡിയറ്റിന്റെയും വെയിറ്റ് കൂടുന്നതിൽ ഒരു ഗുണവും ഇല്ല. കാരണം ഒരു 20,000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 50,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ലാർജ് സ്പാൻ ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു വോൾ ഇല്ലാതെ, ഒരു ലാർജ് സ്പേസ്, വോൾ ഏരിയ ഇല്ലാതെ ലാർജ് സ്പാനിൽ കിടക്കുന്ന ഒരു ഏരിയയ്ക്ക് സാഗിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ വെയിറ്റ് കൂട്ടുന്നത്. ഒരു 4,000, 5,000, 6,000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന് ഒരു കാരണവശാലും നമുക്ക് വെയിറ്റ് കൂടിയ ചാനലിന്റെ ആവശ്യം വരുന്നില്ല. എന്തെന്നാൽ ഒരു ജിപ്സം ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന സീലിംഗ് സെക്ഷനും ഇന്റർമീഡിയറ്റും ആണെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടിയെന്ന് വെച്ച് ഇതിന്റെ സ്ട്രെങ്ത് കൂടാൻ പോകുന്നില്ല. കാരണം ഈ സ്ട്രക്ചർ മൊത്തവും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് അതിന്റെ എല്ലാംഗിളിലും ആംഗിൾ ബോൾട്ടിലുമാണ്. അപ്പം അതിന്റെ ആംഗിൾ ബോൾട്ടും എല്ലാംഗിളുമാണ് അതിന്റെ ഒരു ഹൃദയമായിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പം അതിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഒരു പെയിനിനെ കൊല്ലാൻ നമുക്കൊരു പെയിൻ ജീപ്പ് മതി. അതിനുവേണ്ടി നമ്മൾ AK-47 വെടിവെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചാനൽ എന്ന് പറയുന്ന ഒരു 1,500 വെയിറ്റ് ഉള്ള ഒരു സീലിംഗ് സെക്ഷൻ ഇന്റർമീഡിയറ്റിന്റെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ ഘടകം വെയിറ്റ് കൂടാൻ ഇതിന്റെ ബ്രാൻഡാണ്. നമ്മുടെ ഐഫോണിന്റെ സെയിം സ്പെസിഫിക്കേഷനും നല്ല ക്വാളിറ്റിയും ഉള്ള അതിനേക്കാൾ വില കുറഞ്ഞ ഫോണുകൾ നമുക്ക് ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ ബ്രാൻഡിന്റെ പേരിൽ അതൊരു വില കൂടി നിൽക്കുന്ന പോലെ നമ്മുടെ ഫോൾ സീലിംഗ്, ജിപ്സം ഫോൾ സീലിംഗ് ഇൻഡസ്ട്രിയിലും പല പ്രോഡക്റ്റുകളും വില കൂടി നിൽക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞ് നമ്മൾ മേടിക്കുക. ജിപ്സം ബോർഡ്, ജിപ്രോക്കിന്റെ ജിപ്സം ബോർഡോ അല്ലെങ്കിൽ